ഹലോ. സോ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻബാലൻസ് എൻട്രീനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ചൊരു അഡ്വാൻസ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പം ഇൻബാലൻസ് തന്നെയാണ്. നിങ്ങളത് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അറിയുന്നവർ ചിലപ്പോൾ പറഞ്ഞു തരില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു സാധനമാണിത്. അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, അപ്പം ഇൻബാലൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിംസ് പറഞ്ഞു 1, 2, 3, 4 അവർ ആണ്. അപ്പം നമുക്ക് ഡെയിലിയും വീക്കിലിയും മന്ത്ലി വരെ ഇൻബാലൻസ് നോക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, ഇൻബാലൻസ് വർക്ക് ആവുന്നത് എല്ലായിടത്തും വർക്ക് ആവില്ല. നമ്മളിപ്പോൾ മാർക്കറ്റിൽ കാണുന്ന എല്ലാ ഇൻബാലൻസും വരച്ചു വെച്ചാൽ ഒരുപാട് ഇൻബാലൻസ് മാർക്കറ്റിൽ ഉണ്ടാവും അല്ലെ. ആ ഇൻബാലൻസ് ഒക്കെ വരച്ചു വെച്ചാൽ അതൊക്കെ അതൊക്കെ റണ്ണിങ് ആണോ അല്ലെങ്കിൽ ടാപ്ഡ് ആവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. അതൊക്കെ എപ്പോഴെങ്കിലൊക്കെ ടാപ്പ് ആവും. നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ടാപ്പ് ആയിട്ട് കാര്യമില്ല അല്ലെ. നമ്മുടെ മാർക്കറ്റിന്റെ പ്രോപ്പർ മൂവ്മെന്റിനനുസരിച്ച് നമുക്കത് കിട്ടണം. അപ്പൊ അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും മാർക്കറ്റിന്റെ സ്ട്രക്ചർ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകുക. സ്ട്രക്ചർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആകാശത്തോട്ട് നോക്കി നിൽക്കേണ്ട. എന്താണ് സ്ട്രക്ചർ എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രൈസ് പോയിന്റ്സ് അല്ലെ. അപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈസ് ഉണ്ടാക്കുന്ന ഹൈസിനെയും ലോസിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രക്ചർ. അപ്പം അത് സ്ട്രക്ചർ വലിയ എന്തോ എന്നൊക്കെ വെച്ചിട്ട് പലരും പറയും. പക്ഷെ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പം സ്ട്രക്ചറിന്റെ ഹൈയും സ്ട്രക്ചറിന്റെ ലോയും അത് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ട്രേഡിംഗ് റേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ അല്ലെ. അപ്പൊ ഈ ട്രേഡിംഗ് റേഞ്ച് വെച്ചിട്ട് വേണം ഇൻബാലൻസിനും പ്രയോറിറ്റി കൊടുക്കാൻ. നമ്മളെല്ലാം പഠിച്ച കൺസെപ്റ്റിന്റെ കൂടെ തന്നെ ഈ ഒരു കാര്യം കൂടെ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്കവിടെ വിന്നിങ് റേഷ്യോ കൂടുള്ളൂ. അപ്പൊ ഇൻബാലൻസുകൾ വർക്ക് ആവുമോ എന്ന് ചോദിച്ചാൽ വർക്ക് ആവും. പക്ഷേ സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രക്ചറിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. അപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം? നിങ്ങളെല്ലാം പഠിച്ചതാണ്. ട്രേഡിംഗ് റേഞ്ച് വരയ്ക്കുന്നു, മാർക്കറ്റിന്റെ ട്രെൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, എന്നിട്ട് ട്രേഡിംഗ് റേഞ്ച് വരയ്ക്കുന്നു, 50% ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, ലിക്വിഡിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, അതിന്റെ മേലുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എൻട്രി എടുക്കുന്നു. ആ എൻട്രി എടുക്കുന്ന പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന് ഇൻബാലൻസ് ഉണ്ടോ അവനാണ് പ്രയോറിറ്റി. ഇനി 50%ന്റെ താഴെ, ഇതിപ്പോ സപ്പോസ് 50%ന്റെ താഴെയാന്ന് വിചാരിക്കുക, ഇവന് പ്രയോറിറ്റി ഉണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ പഠിച്ച സ്റ്റുഡൻസ് ആണ്, നമുക്കറിയാം അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് എടുക്കുന്ന പോയിന്റ് വേറെ പോയിന്റ് ആണ്. 50%ന് മേലെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. നമ്മൾ ട്രേഡിംഗ് റേഞ്ച് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്ന ട്രേഡേഴ്സ് ആണ്. ഓക്കെ, അപ്പം അതെപ്പോഴും മനസ്സിൽ വെക്കുക. എല്ലാ ട്രേഡിംഗ് റേഞ്ചുകളും വെറുതെ വരയ്ക്കുന്നില്ല. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക്, മാർക്കറ്റ് ട്രെൻഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാത്രമേ നമ്മൾ എൻട്രി എടുക്കുന്നുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾ യൂട്യൂബിൽ എൻ്റെ ഈ ക്ലാസ്സസ് കണ്ടിട്ട് ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ, വാല്യുബിൾ ആണോ എന്നുള്ള ഡൗട്ട്സ് ഉള്ള പലരോടും പറയാനുള്ളത്, നിങ്ങൾ പഠിച്ച ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചവരോട് ചോദിക്കാം, ഈ പറഞ്ഞ കണ്ടന്റ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അതോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ചോദിക്കുക. പഠിപ്പിച്ചവരുണ്ടാവാം, പഠിക്കാത്തവരും ഉണ്ടാവാം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കണ്ടന്റ് ഒക്കെ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഫ്രീ ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് അതിനൊരു വിലയില്ലാത്ത രീതിക്ക് കാണരുത്. ഞാനിവിടെ കിടന്ന് ബബ്ബ എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അല്ലെ. അല്ലാതെ വേറെ ഇപ്പം ഇൻകം എന്ന് വെച്ചാൽ ഇപ്പം യൂട്യൂബിൽ ചെറിയൊരു ഇൻകം അതെന്തായാലും ഉണ്ടാവും. അതല്ലാതെ ആ ഇൻകം എത്രയാണെന്ന് നിങ്ങൾക്ക് കണക്കൂട്ടാവുന്നേ ഉള്ളൂ. ഓക്കെ, അത് പോട്ടെ. അല്ലാതെ എൻ്റെ ഈ തൊണ്ട ഇവിടെ വെറുതെ വെള്ളം പറ്റുന്നതിന് നിങ്ങൾ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഫ്രീ ആണ് എന്ന് വെച്ച് ഇതൊന്നും ആരും തള്ളിക്കളയാതിരിക്കുക. നോക്കുക, പലയിടത്തും 10-65,000 കൊടുത്തിട്ട് പഠിപ്പിക്കുന്നതിൽ ഈ കണ്ടന്റ് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ നോക്കുക. ഓക്കെ, പോട്ടെ, കൂടുതൽ തള്ളിയിട്ടും കാര്യമില്ല, പോട്ടെ. അപ്പം മാർക്കറ്റ് സ്ട്രക്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം ആദ്യം ഡെയിലി വീക്ക്ലി മന്ത്ലി ഇതിന് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഇത്രയും നാൾ നമ്മൾ 1, 2, 3, 4 അവർ വരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇനി ഇവിടെ നമ്മൾ എന്ത് കൊണ്ടുവരണം? ഡെയിലി വീക്ക്ലിയും കൂടെ കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരാം? നമ്മൾ ആദ്യം നമ്മുടെ മാർക്കറ്റിന്റെ ട്രെൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഡെയിലിയിലാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 3 ടൈം ഫ്രെയിം വെച്ചിട്ടാണ് ട്രെൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അല്ലേ. അത് ഇത്ര ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു വേ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾ ഡെയിലിയിൽ വന്നിട്ട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, റീസെന്റ് ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നിങ്ങൾ നോക്കാം. ഓക്കെ, അപ്പം ഡെയിലിയിൽ നമുക്ക് ഇവിടെ ഒരു ബുള്ളിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് ഒരിക്കലും എടുക്കാൻ പറ്റില്ല, കാരണം ഇതാണ് ഒരു ഹൈ ക്യാൻഡിൽ. ആ ഹയർ ഹൈ ഉണ്ടാക്കിയ ക്യാൻഡിലിന്റെ ലോ നമുക്ക് ഒരിക്കലും ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എടുക്കണേ എന്ത് വേണം? നമുക്ക് 1 സെക്കൻഡ് ഹോൾഡ് ഫോർ 1 സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒരിക്കലും എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണോ? എൻ്റെ സ്റ്റുഡൻസ് പറ, ആണോ? എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളാട്ടോ, അല്ലാണ്ട് വേറെ
ആളെ ആരെയല്ല വിളിക്കുന്നത്, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുമാണ് എൻ്റെ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പം ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണോ? എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇറ്റ്സ് എ വിക്ക് ബ്രേക്ക്. വിക്ക് ബ്രേക്ക് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ ഒരിക്കലും വിക്ക് ബ്രേക്ക് എടുക്കില്ല. വിക്ക് ബ്രേക്ക് എടുത്ത് എന്താവും? ട്രാപ്പ് ആവും. അപ്പൊ നമുക്കൊരു ബുള്ളിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ് കിട്ടിയത്. അപ്പം ബുള്ളിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയത് കൊണ്ട് തന്നെ മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ്. ഏതില്? ഡെയിലിയിൽ. അടുത്തത് 4 അവർ. 4 അവറിൽ നമുക്ക് ഒന്ന് ക്ലീൻ ആയിട്ട് വരച്ചു നോക്കട്ടെ. 4 അവറിൽ നമുക്ക് മാർക്കറ്റിന്റെ റീസെന്റ് ആയിട്ടുള്ള ഒരുപാട് ബാക്കിലെ മാർക്കറ്റിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഏറ്റവും റീസെന്റ്, നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റുന്ന ഏറ്റവും റീസെന്റ് ബ്രേക്ക്, അതാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പൊ ഏറ്റവും റീസെന്റ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു ആദ്യം നമുക്കൊരു മാർക്കറ്റിന്റെ ട്രെൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം ഇതൊരു ബുള്ളിഷ് ആയിരുന്നു. അതിനുശേഷം ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇവിടെ മുതൽ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഏതാണ് റീസൺ എന്ന്. നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നോരോന്ന് മാപ്പ് ചെയ്ത് കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ ബുള്ളിഷ് ഉണ്ട്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബെയറിഷ് ആയി. അപ്പൊ മാർക്കറ്റ് ഇനി ബെയറിഷ് ആയി. ബെയറിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ഓരോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്തായിരിക്കും? ചേഞ്ച് ഓഫ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചേഴ്സ്. അപ്പം ബെയറിഷ്, റീസെന്റ് ആയിട്ടുള്ള ഒരു ബെയറിഷ് കിട്ടി. ഇനി മേജർ എന്ന് പറയുന്നത് ഈ ഒരു ലോ, അതും ബ്രേക്ക് ആയി. അപ്പൊ മാർക്കറ്റ് എന്തിനെങ്ങനെ വരച്ചെന്ന് മനസ്സിലായല്ലോ. റീസെന്റ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വരച്ചു പോകുന്നത് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ തന്നെ വരച്ച് പോവുക. അപ്പം 4 അവറിൽ നമുക്ക് ബെയറിഷ്, ഡെയിലിയിൽ നമുക്ക് ബുള്ളിഷ്. ഇനി 1 അവർ ആണ് തീരുമാനിക്കുന്നത് മാർക്കറ്റിന്റെ ട്രെൻഡ് എങ്ങോട്ടാന്നുള്ളത് അല്ലെ. 1 അവറിൽ വന്നു. 1 അവറിൽ നമുക്ക് കിട്ടുന്ന റീസെന്റ്, നമുക്ക് ഇങ്ങോട്ട് പോകണോ? വേണ്ട. ഏറ്റവും റീസെന്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഏതാ? ഓക്കെ, ബെയറിഷ് കിട്ടിയോ? അപ്പം ഡെയിലി നമുക്ക് ബുള്ളിഷ്, 4 അവർ നമുക്ക് ബെയറിഷ്, 1 അവർ ബെയറിഷ്. അപ്പൊ 2 ടൈം ഫ്രെയിം നമുക്ക് വൺ ഡയറക്ഷൻ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അതിനെ ട്രസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഏതിനെ ട്രസ്റ്റ് ചെയ്യണം? ബെയറിഷ്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ പരിപാടി എന്താ? മാർക്കറ്റിന്റെ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് അല്ലെ, അത് വരയ്ക്കണം. പ്രീമിയം ഡിസ്കൗണ്ട് സ്റ്റാർട്ടിംഗ് ഹൈ എന്ന് പറയുന്നത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഹൈ, ലോ. അപ്പൊ നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞു. മേലെ എന്താണ്? പ്രീമിയം, താഴെ ഡിസ്കൗണ്ട്. സെല് ചെയ്യണമെങ്കിൽ പ്രീമിയത്തിൽ പ്രൈസ് വരണം. ഇതിന്റെ താഴെയുള്ള എന്തെങ്കിലും നമ്മൾ എടുക്കുവോ? ഇല്ല. അപ്പം 1 അവറിലും 2 അവറിലും എടുക്കുന്നത് ഞാൻ കാണിച്ച് തന്നിരുന്നു. ഇനി ഞാൻ അതിലോട്ട് പോകുന്നില്ല. ഇന്ന് പഠിപ്പിക്കുന്ന കണ്ടന്റിന് മാത്രം കൺസെപ്റ്റിലുള്ള എൻട്രിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഈ 1ഉം 2ഉം 3 ഒക്കെ നോക്കുക. ഏറ്റവും ഫസ്റ്റ് നോക്കേണ്ടത് ഇതിനെക്കാട്ട് മുമ്പ് ഹയർ ടൈം ഫ്രെയിം. ഹയർ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ഒക്കെ ഹയർ ടൈം ഫ്രെയിം ആണ്. ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ ഡെയിലി, വീക്കിലേക്കും പ്രയോറിറ്റി ഉണ്ട്. അപ്പം ഏറ്റവും ഫസ്റ്റ് ഞാൻ ഡെയിലിയിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. 1 ഡേ, സോറി ചാർട്ട് മാറിപ്പോയി, GBP USD. ഓക്കെ, അപ്പം 1 ഡേയിൽ ഞാൻ വന്നിട്ട് അവിടെ എനിക്ക് എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഇത് നോക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട്, ആദ്യത്തെ കൺസെപ്റ്റ് തന്നെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഞാൻ 1 അവർ തന്നെ കാണിച്ചു തരാം. ഇനി വെറുതെ എല്ലാം കൂടെ ചക്കാപൊക്കെ ആക്കണ്ട. നോക്കുക, 1 അവറിൽ ഞാൻ വന്നപ്പം എനിക്ക് റീസെന്റ് ആയിട്ട് ലിക്വിഡിറ്റി വേണം. ലിക്വിഡിറ്റി എടുക്കാം അല്ലെ. ഇനി 1 അവറിൽ എനിക്ക് ഇൻബാലൻസ് വേണോ? ഇവിടെയൊക്കെ ഫിൽഡ് ആണ്. ഇതെടുക്കാം, എടുത്തൂടെ? അപ്പൊ 1 അവർ എവിടെയുണ്ട്? 2 അവർ, 2 അവർ സെയിം, 3 അവർ, അതിലും താഴെ എന്തെങ്കിലും ഉണ്ട് അതിന് പ്രയോറിറ്റി കൊടുക്കും. 3 അവർ ഇത് എടുക്കാം. അപ്പൊ ഇത് ഞാൻ എടുക്കുന്നില്ല, അത് ലിക്വിഡിറ്റി ആണ് അല്ലെ. ലിക്വിഡിറ്റി ഓക്കെ. ദെൻ ഇത് 3 അവർ ഇൻബാലൻസ് ആണ്. 4 അവർ, 4 അവർ ഓൾസോ വി ഹാവ് സെയിം ഇൻബാലൻസ്. ഇനി 1 ഡേ, 1 ഡേയിൽ വന്നപ്പം അതിനെക്കാട്ടും താഴെ ഇൻബാലൻസ് നോക്കുക. അപ്പൊ ലിക്വിഡിറ്റി മേലെ ആയിപ്പോയി, 50% ഇവിടെ ആയിപ്പോയി. നോക്കുക, 1 ഡേയിൽ ഇൻബാലൻസ് ഇവിടെയുണ്ട്, ലിക്വിഡിറ്റി തൊട്ട് മേലെയാണ്. ഇനി അതിന് വേണ്ട ലിക്വിഡിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഞാൻ 1 അവറിൽ തന്നെ നോക്കി വരാം കേട്ടോ. ഏറ്റവും ലോ ടൈം ഫ്രെയിമിൽ ആദ്യം പോണ്ട. ലിക്വിഡിറ്റി എവിടെയാണ്? പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അവിടെ ലിക്വിഡിറ്റിനെ കാട്ടും. ഞാൻ ഈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ടാണ് ലിക്വിഡിറ്റിക്ക് പ്രയോറിറ്റി കൊടുത്തത്. ഈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡെയിലി സോൺ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വരച്ചു നോക്കട്ടെ. ഓക്കെ, ഈ ഒരു സോൺ ഇവിടെ ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള 1 സെക്കൻഡ്. ഓക്കെ, അതിന്റെ തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റി ഫൈൻഡ് ഔട്ട്. യെസ്, വി ഹാവ് ക്ലീൻ സോൺ അല്ലെങ്കിൽ ക്ലീൻ ലിക്വിഡിറ്റി ഹിയർ. ഓക്കെ, ക്ലീൻ ലിക്വിഡിറ്റി. ഇനി പലർക്കുള്ള ഡൗട്ടാണ്, ഇതൊക്കെ എങ്ങനെ ലിക്വിഡിറ്റി ആവുക? അപ്പം സിമ്പിൾ ആയിട്ട് ഞാൻ ലിക്വിഡിറ്റിയുടെ ക്ലാസ് എടുത്തതാണ്. എന്നാൽ ഇതിലൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ഇറ്റ്സ് എ സപ്ലൈ സോൺ. മനസ്സിലാവുന്നുണ്ടോ? SMC പ്രകാരം ഇതൊരു സപ്ലൈ സോൺ ആണ്. ലിക്വിഡിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്, പെർഫെക്റ്റ്. എല്ലാവരും കണ്ണും പൂട്ടി യെസ് നമുക്കിത് എടുക്കാം. നമ്മൾ എടുക്കോ? ഇല്ല, എടുക്കാത്തതിന് ഒറ്റ റീസൺ ഉള്ളു. എന്താ അത്? ഇൻസൈഡ് ഓഫ് ഡിസ്കൗണ്ട്. മനസ്സിലായോ? അപ്പൊ അതെന്താണ്? അതൊരു ലിക്വിഡിറ്റി ആണ്. അപ്പൊ പറയുന്നതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ അത് എടുക്കൂല. പോട്ടെ, നമുക്ക് ലിക്വിഡിറ്റി ആണ്, നമ്മൾ എടുക്കുന്നില്ല. ഞാൻ പറയുന്നതിന്റെ ലോജിക്ക് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. വെറുതെ കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമില്ല, ലോജിക്ക് മനസ്സിലാക്കി പഠിക്കുക. ദെൻ അതിനുശേഷം
ഇവിടെ നമുക്ക് എൻട്രി വെക്കാൻ പറ്റുമോ? യെസ്. എന്താണുള്ളത്? ഡെയിലിന്റെ സോൺ 1 അവർ ഇവിടെ ഉണ്ട്, 2 അവർ 3 അവർ ഒക്കെ ഇവിടെ ഉണ്ട്. എന്തുകൊണ്ട് ഞാൻ ഇത്ര താഴെ പോയി? ഡെയിലിന്റെ സോൺ ഇവിടെ ഉള്ളതുകൊണ്ട് ഡെയിലിക്കാണ് പ്രയോറിറ്റി. അപ്പൊ ഡെയിലിയിൽ ഇവിടെ വെച്ചു. സ്റ്റോപ്പ് ലോസിനാണ് ഇനി അടുത്ത ഇമ്പോർട്ടന്റ് കാര്യം. 1, 2, 3, 4 അവർ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്റ്റോപ്പ് ലോസിന്റെ ഇരട്ടി ആയിരിക്കണം ഡെയിലി വീക്കിലേക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. സപ്പോസ് 1, 2, 3, 4 അവർ നമ്മൾ 5 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്, അല്ലെ 50 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ ഡെയിലി വരുമ്പോൾ എത്രയായിരിക്കണം? 100 ആയിരിക്കണം. ഇനി 1, 2, 3, 4 അവറിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് 10 അല്ലെങ്കിൽ 100 പോയിന്റ്സ് ആണെങ്കിൽ 1 ഡേ 1 വീക്കിൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 200 പോയിന്റ്സ് കവർ ചെയ്യണം. ഇനി ഗോൾഡിൽ വരുമ്പോൾ 30 ആണ് കവർ ചെയ്യുന്നതെങ്കിൽ ഡെയിലിയിൽ വരുമ്പോൾ 60 കവർ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ആ റിസ്ക് ഭയങ്കര കൂടിപ്പോവും. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30 ആണ് നിങ്ങൾ കോമൺ ആയിട്ട് കവർ ചെയ്യുന്നതെങ്കിൽ ഒരു 40 എങ്കിലും ഡെയിലിയിൽ കവർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു 38, 30 ആ ഒരു 35 റേഞ്ചിൽ കവർ ചെയ്യാൻ നോക്കുക. GBP ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പം മറ്റേത് 100 പോയിന്റ്സ് ആണെങ്കിൽ ഇത് 200 പോയിന്റ്സ് കവർ ചെയ്യുക. സ്റ്റോപ്പ് ലോസ് കവർ ചെയ്തു. ടാർഗറ്റ് എങ്ങോട്ടാ? എക്സ്റ്റേണൽ. ഇനി ഇത് മാത്രമാണോ നമ്മുടെ എൻട്രി സെറ്റപ്പ്? ഒരിക്കലും അല്ല. അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രയോറിറ്റി ഉണ്ട്. എന്താണ്? നമ്മുടെ അടുത്ത 1 അവർ 3 അവർ 4 അവറിലൊക്കെ നമ്മൾ വരച്ചു വെച്ച ഇൻബാലൻസ് ഇതിന് പ്രയോറിറ്റി കൊടുക്കാം. ഇവിടെ ഒരു ഇൻബാലൻസ് ഉണ്ട്, അതും സെയിം ആണ്. അത് നമുക്ക് വരച്ചു വെക്കാം കേട്ടോ. നമുക്ക് ഓൾറെഡി ഒന്നുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ കവർ ആയതുകൊണ്ട് വരയ്ക്കുന്നില്ല. അല്ലെങ്കിൽ ഇതിന് പ്രയോറിറ്റി കൊടുക്കാം കേട്ടോ. ഇത്രയാണ് എനിക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ട്രേഡിംഗ് റേഞ്ച് എങ്ങനെ എടുത്തു, സോൺ എങ്ങനെ എടുത്തു, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ? എൻട്രി എങ്ങനെയാ എടുക്കുക? വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണം പ്രൈസ്. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മുടെ പോയിന്റിൽ വരണം. ലിക്വിഡിറ്റി ഗോട്ട് അല്ലെങ്കിൽ 50% ഗോട്ട് ടാപ്ഡ്, ലിക്വിഡിറ്റി ഗോട്ട് സ്വീപ്ഡ്. ഇതാണ് നമ്മുടെ ഏരിയ അല്ലെ? വരച്ചു വെക്കുക. ദെൻ ഓക്കെ, ഫസ്റ്റ് എൻട്രി മേലത്തെ സെക്കൻഡ് എൻട്രി. സപ്പോസ് ഫസ്റ്റ് എൻട്രി ഫെയിൽ ആയാൽ മാത്രം സെക്കൻഡ് എൻട്രിക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, ദെൻ 50% അഗെയിൻ പ്രൈസ് ടാപ്ഡ്, നോട്ട് അറ്റ് യെസ്, പ്രൈസ് അവിടെ ടാപ്പ് ചെയ്തു. ഓക്കെ, ദെൻ പ്രൈസ് അവിടെ ടാപ്പ് ചെയ്തു. ഇനി ടാർഗറ്റ് ഇങ്ങോട്ടാണ്. ഇനി ഇത് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇതിനാണ് നമുക്ക് പ്രയോറിറ്റി കേട്ടോ. ദെൻ റിജക്ഷൻ. ഇത്ര പിപ്സ് താഴോട്ട് പോകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് മസ്റ്റ് ആയിട്ടും ബ്രേക്ക് ഈവൻ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുക. ഫിക്സ്ഡ് പിപ്സ് നിങ്ങൾ കവർ ചെയ്യുക. റിസ്ക് മാനേജ്മെന്റിന്റെ ക്ലാസ്സിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആവറേജ് കണ്ടുപിടിക്കുക കേട്ടോ. ദെൻ നോക്കുക, ലിക്വിഡിറ്റി സ്വീപ്ഡ്. ദെൻ പ്രൈസ് സ്വീപ്പ് ചെയ്യിപ്പിച്ച ഹൈക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരണം. അപ്പമാണ് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് കൺഫേം ആവുക കേട്ടോ. ഇത് ചേഞ്ച് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് കൺഫേം ആവും. നോ, പ്രൈസ് എന്ത് ചെയ്തു? പിന്നെയും വന്ന് ടാപ്പ് ചെയ്തു. നമുക്ക് ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ് കേട്ടോ. ദെൻ ടാപ്ഡ്, നോട്ട് അറ്റ് ഇല്ല, പ്രൈസ് അവിടെ കിടന്ന് കളിക്കണം. അത് ഫെയിൽഡ് ആയാൽ നമുക്ക് എന്താ? ന്യൂസ് എന്താ? ന്യൂസ് സംതിങ്. ഓക്കെ, പോട്ടെ. ഫെയിൽഡ് ആയാൽ നമുക്ക് ഇത് എടുക്കായിരുന്നു. പക്ഷെ പ്രൈസ് ബ്രേക്ക് ഈവനും കാര്യങ്ങളൊക്കെ സെയിം ആയിട്ടായി. നമുക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, നമുക്ക് TP കിട്ടി. അപ്പൊ ഫസ്റ്റ് എൻട്രി ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഫസ്റ്റ് എൻട്രി ടാർഗറ്റ് വരെ വരച്ചോ. ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അപ്പം അടുത്ത ദിവസം എന്താ ചെയ്യേണ്ടത്? ഇതിപ്പം മനസ്സിലായല്ലോ. ലിക്വിഡിറ്റി, നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഏരിയ, സോൺ എന്നൊക്കെ പറയും. ആ ഒരു ഏരിയ നമ്മൾ എൻട്രി എടുത്തു. ഇത് ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്തു. ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ, മാർക്കറ്റിന്റെ ട്രെൻഡ് അനലൈസ് ചെയ്യാൻ വേണ്ടി. ഇത്രയാണ് നമ്മളിപ്പം ലൈവായിട്ട് ചെയ്തത്. ഓക്കെ, 1 സെക്കൻഡ്. ദെൻ അടുത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എന്താ സംഭവിക്കാനുള്ളത്? ഇത് കഴിഞ്ഞ് അങ്ങ് പോവാണോ? അല്ല. ഇതേപോലെ തന്നെ നമുക്ക് ഡെയിലിക്കും 4 അവറിനും എല്ലാത്തിനും പ്രയോറിറ്റി ഉണ്ട്. മാർക്കറ്റിന്റെ ട്രെൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡെയിലിയിൽ ഇപ്പൊ മാർക്കറ്റ് എന്താ ചെയ്തത്? ഞാൻ എല്ലാം കണ്ടിന്യൂസ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഒന്നും അവിടെ വിട്ട് അത് പോവല്ല. ഇനി എന്താണ് ചെയ്യാനുള്ളതെന്ന് കൂടെ പറയുന്നുണ്ട്. ഓക്കെ, മാർക്കറ്റ് റീസെന്റ് ആയിട്ടുള്ള മേജർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് ഇവിടെ കിട്ടി. ഡെയിലി ബെയറിഷ്, 4 അവർ വി ഹാവ് ബെയറിഷ്, 4 അവർ ബെയറിഷ് കിട്ടി. അപ്പം ഡെയിലി 4 അവർ കിട്ടിയ 1 അവർ നോക്കേണ്ട കാര്യമില്ല. അറിയാം അല്ലെ? ഇത് നോക്കി, ഇതെന്ത് ക്ലീൻ എൻട്രി നോക്കി. ഇത്രയും വലിയ ലിക്വിഡിറ്റി, അരിച്ചരിച്ച് കയറിയ ലിക്വിഡിറ്റി ഒറ്റ ലൈനിൽ സ്വീപ്പായി. എന്ത് ക്ലീൻ എക്സാമ്പിൾ ആണ് നോക്കിയേ അല്ലേ? അടിപൊളി എൻട്രി. ഓക്കെ, ദെൻ അപ്പം ഇത് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം ഇത് സ്വീപ്പ് ആയി കഴിഞ്ഞു. ലിക്വിഡിറ്റി എല്ലാം ഇതായി കഴിഞ്ഞു. മാർക്കറ്റിന്റെ ട്രെൻഡ് 2 ഡയറക്ഷൻ നമുക്ക് ബെയറിഷ് കാണിച്ചു തന്നു. ഇനി നമ്മൾ തലപുകഞ്ഞ് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. 1 അവർ 2 അവർ 3 ഒക്കെ എടുക്കുക. അപ്പൊ 1 അവറിൽ നമ്മൾ വന്ന് ഇൻബാലൻസ്, 4 അവർ 2 അവറും 3 അവർ ഒക്കെ നോക്കാം കേട്ടോ. ഞാൻ 4 അവർ അതിന്റെ തൊട്ട് താഴെയുള്ളതുകൊണ്ട് അത് മാർക്ക് ചെയ്തു. ഇനി 1 ഡേയിൽ നമുക്ക് അതിനെക്കാട്ടും താഴെയുണ്ട്. എടുത്തൂടെ? എടുക്കാം.
1 ഡേയിൽ അതിനെക്കാട്ട് താഴെ ഉള്ളതുകൊണ്ട് അവന് പ്രയോറിറ്റി കൊടുക്കാം. 1 വീക്കും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. 1 വീക്ക് നമുക്കൊന്നും ക്രിയേറ്റ് ആയിട്ടില്ല. ഇൻബാലൻസ് എന്ന് പറയുന്നത് ഈ വിക്ക് ബ്രേക്ക് ആണ് നമ്മൾ എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് എടുക്കേണ്ട കാര്യമില്ല, അത് വിട്. അപ്പം 1 ഡേയിൽ ഒരു സോണും കൂടെ നമുക്ക് ഇവിടെ ഉണ്ട്. ഇനി നോർമലായിട്ട് കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു സോൺ എന്താന്ന് മനസ്സിലാവുമോ? വെറും ഒരു ലൈൻ മാത്രം അല്ലെ? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ അത് എന്ത് ഏരിയ എന്ന്? ഇല്ല. പക്ഷെ അതൊരു പവർഫുൾ സോൺ ആണ്. എന്താണത്? ഇറ്റ്സ് എ പവർഫുൾ ഡെയിലി സോൺ. ക്ലിയർ? അപ്പൊ ഡെയിലിയുടെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻബാലൻസ് ആണ് അവിടെ നിൽക്കുന്നത്. അതിന്റെ മേലെ നമുക്ക് എന്തുണ്ട്? 4 ഹവറിന്റെയും 3 ഹവറിന്റെയും ഒക്കെ ഉണ്ട്. അത് വരച്ചു വെച്ചിട്ടുണ്ട്. അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് പ്രയോറിറ്റി കൊടുക്കാം. ഏറ്റവും താഴെയുള്ളതിന് പ്രയോറിറ്റി കൊടുക്കാം. കാരണം പ്രൈസ് എക്സ്ട്രീമിലോട്ട് കയറി വരാൻ അധികം ശ്രമിക്കില്ല. ഓക്കെ, പണ്ട് നമ്മൾ പഠിച്ചത് എക്സ്ട്രീം ആണ്. കുറച്ച് കണ്ടന്റ് കൂടി വരുമ്പോൾ നമ്മൾ അഡ്വാൻസിലോട്ട് കുറച്ച് പോകുന്നു എന്ന് മാത്രം കേട്ടോ. ദെൻ എക്സ്ട്രീം പോയിന്റ് ഇവിടെ ഉണ്ട്, ഡെയിലി സോൺ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് അവിടെ എന്താക്കാം? ട്രേഡിംഗ് റേഞ്ചിന് പ്രയോറിറ്റി കൊടുക്കാം. ട്രേഡിംഗ് റേഞ്ച് നോക്കിയേ, ട്രേഡിംഗ് റേഞ്ച് ഇതിന്റെ മേലെയുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഡെയിലി. എടുത്തൂടെ? എടുക്കാം. ഇനി നമുക്ക് വേണ്ടത്ര ലിക്വിഡിറ്റി ഹയർ ടൈം 1 ഹവറിലൊന്നും ഇല്ല, 4 ഹവറിലൊന്നും ഉണ്ടാവില്ല. ദെൻ 15 മിനിറ്റ് ജസ്റ്റ് ഒന്ന്, കാരണം അതൊരു ലൈനല്ല, ഒറ്റ ലൈനിൽ അവിടെ ലിക്വിഡിറ്റി കാണുന്നില്ല. പക്ഷേ 15 മിനിറ്റിൽ നമുക്ക് ഇവിടെ അല്ലെ? എന്തുകൊണ്ടാണ് ഞാനത് എടുത്തത്? ബിക്കോസ് ഇറ്റ്സ് എ വിക്സോൺ. വിക്സോൺ എടുക്കുവോ? SMC-കാർ എടുക്കൂ അല്ലെ? നോർമൽ SMC എടുത്തൂടെ? നമുക്കിത് ലിക്വിഡിറ്റി ആണ്. നമ്മൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല? ബിക്കോസ് ഓഫ് 50% അല്ലെ? റീസൺ അറിഞ്ഞു പഠിക്കുക. ദെൻ ഇനി അടുത്ത പരിപാടി എന്താ? നമുക്കൊരു സെൽ ഉണ്ടെങ്കിൽ സെല്ലിന് പ്രയോറിറ്റി കൊടുക്കുക. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത് ഡെയിലി ആയതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് എന്ത് കവർ ചെയ്യണം? മറ്റേതിന്റെ നേരെ ഡബിൾ അല്ലെ? കവർ ചെയ്തു. അപ്പൊ ഇതും ടാപ്ഡ് ആണ്. അതിൽ ഈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് മീൻസ് ഡെയിലിന്റെ സ്റ്റോപ്പ് ലോസ് മറ്റേതും കവർ ആണ്. നമുക്ക് അതിനും പ്രയോറിറ്റി കൊടുക്കാം. ജസ്റ്റ് വരച്ചിട്ട് അത് ഫെയിൽഡ് ആയ മറ്റേതിന് പ്രയോറിറ്റി കൊടുക്കണം കേട്ടോ. എങ്ങോട്ടായിരിക്കും ടാർഗറ്റ്? എക്സ്റ്റേണൽ. ദെൻ ഇനി എന്ത് ചെയ്യണം? പ്രൈസ് പിന്നെയും പ്രൈസ് അത് പൊട്ടിച്ച് താഴോട്ട് പോയി അല്ലേ? അപ്പം 50% ലിക്വിഡിറ്റി സോൺ. പെർഫെക്റ്റ് അല്ലേ? ഇനിയും ബ്രേക്ക് ചെയ്താൽ പിന്നെയും ട്രേഡിംഗ് റേഞ്ച് മാറ്റണം. ഇല്ല, പ്രൈസ് കയറുന്നു. യെസ്, 50% ലിക്വിഡിറ്റി സ്വീപ്പ്. പ്രൈസ് ടാപ്ഡ്. നോക്കിയേ, എവിടെ നിന്നാണ് നിങ്ങൾ ബേസിക് SMC ആണ് ഇപ്പം യൂസ് ചെയ്യുന്നതെങ്കിൽ ബേസിക് SMCയിൽ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും മനസ്സിലാവോ? നോക്കിയേ, 1 സെക്കൻഡ്. ഓക്കെ, ദെൻ നോക്കിയേ, ലിക്വിഡിറ്റി സ്വീപ്പ്, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് 50%. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ മാത്രമാണ് ഇത്രയും കോൾ വരിക, അല്ലെങ്കിൽ ഒരു കോളും വരില്ല. പോട്ടെ, ടാപ്ഡ് അല്ലേ? ഇനി എങ്ങോട്ടാണ് നമ്മുടെ ടാർഗറ്റ്? എക്സ്റ്റേണൽ. ഇത്രയും ടാർഗറ്റ് 1:5 ഒക്കെ എടുക്കാൻ പറ്റുമോ? പറ്റും. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള എൻട്രി എടുക്കുന്നത്, വെറുതെ കണ്ട എൻട്രീസ് അല്ല എടുക്കുന്നത്, പ്രോപ്പർ ആയിട്ടുള്ള എൻട്രീസ് ആണ്. അപ്പം അവിടെ ഒരു എൻട്രി ടാപ്പ് ചെയ്താൽ ഇങ്ങോട്ട് ടാർഗറ്റ്, അത് ഫെയിൽഡ് ആയാൽ ഇതിൽ എൻട്രി എടുക്കാം അല്ലേ? നോക്കിയേ, ഇനി യെസ് 50 അല്ലെങ്കിൽ 40 പോയിന്റ്സിൽ നമുക്ക് ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യാം. 40. അപ്പൊ ബ്രേക്ക് ഈവൻ ഇനി പ്രൈസ് മേലെ പോയാൽ നമുക്ക് എന്തില്ല? ലോസ് ഇല്ല. യെസ്. എന്തുകൊണ്ടാണ് മെൽറ്റ് ആവുന്നത്? ബിക്കോസ് ഇറ്റ്സ് കമ്മിങ് ഫ്രം എവിടെ നിന്നാ വരുന്നത്? ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഒരു ബേസിക് SMC ട്രേഡ് ചെയ്യുന്ന ആർക്കെങ്കിലും ഇത് മനസ്സിലാവുന്നുണ്ടോ? ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ അഡ്വാൻസ് കൺസെപ്റ്റ് ആണ് പഠിച്ചത്. അഡ്വാൻസ് SMC പഠിക്കുമ്പോൾ കുറേ കണ്ടന്റ് വേറെ ഉണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് അതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുത്ത ഒരു ചെറിയ SMCക്ക് വേണ്ട ഒരു അഡ്വാൻസ് കൺസെപ്റ്റ് മാത്രമേ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. നോക്കിയേ, കാണുന്ന ആർക്കെങ്കിലും ഇത് മനസ്സിലാവുന്നുണ്ടോ? ഇത് എവിടെന്നാ വന്നതെന്ന്? ഇല്ല. ആർക്കെങ്കിലും മനസ്സിലാവോ? നോക്കിയേ, 4 ഹവറിൽ ഇവിടെയാണ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സോൺ ഏരിയ. നോക്കിയേ, ഇങ്ങോട്ട് പ്രൈസ് വന്നോ? ഇല്ല. മനസ്സിലായോ? ഇതാണ് എൻട്രീസ്. അഡ്വാൻസ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മാറ്റമുണ്ട്. ഓക്കെ, കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം കണ്ടന്റ് ഉണ്ട് അതിൽ, അത് വേറെ. ദെൻ ഇതാണ് എൻട്രി. ഇനി ഈ പ്രൈസ് ഇപ്പൊ പോയത് ഇവിടുന്ന, ഇനി ഇവിടെ നമുക്ക് എന്താ ചെയ്യാനുള്ള? കരഞ്ഞോണ്ടിരിക്കണോ? വേണ്ട. അടുത്ത സോൺ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ട്രേഡിംഗ് റേഞ്ച് വരയ്ക്കുക, അതിന്റെ 50% വരയ്ക്കുക, ഹൈ ടൈം ഫ്രെയിം സോൺ വരയ്ക്കുക, ഡെയിലിയിൽ ഇൻബാലൻസ് ഉണ്ടോ നോക്കുക, എന്തൊക്കെ എടുക്കുക. ദെൻ വീക്ക്ലി നോക്കിയേ, വീക്ക്ലി ഇത് ഓൾറെഡി ഫിൽഡ് ആണ്. അടുത്ത വീക്ക്ലി ഇൻബാലൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് അല്ലേ? അപ്പൊ പ്രൈസിന് വേണമെങ്കിൽ അവിടെ വന്ന് ടാപ്പ് ചെയ്തിട്ട്, ഹയർ ടൈം ഫ്രെയിമിൽ ടാപ്ഡ് അല്ല, ലോവർ ടൈം ഫ്രെയിമിൽ അത് ടാപ്ഡ് ആണ്. പക്ഷേ ഹയർ ടൈം ഫ്രെയിമിൽ ടാപ്ഡ് ആണെങ്കിൽ നമുക്ക് അതിന് പ്രയോറിറ്റി കൊടുക്കാം. വെറുതെ ഒന്ന് വരച്ചു വെച്ച് നോക്കാം. ഞാൻ ട്രേഡിംഗ് റേഞ്ച് ഇതൊന്നും വരച്ചിട്ടില്ല, വരയ്ക്കാം കേട്ടോ. 20. ഓക്കെ, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് എക്സ്റ്റേണൽ എന്ന് വെച്ചാൽ ഇത് ട്രേഡിംഗ് റേഞ്ച് വരുവാണെങ്കിലാണ് ട്രേഡിംഗ് റേഞ്ച് ഹൈ ലോ, 50% ഹൈ ലിക്വിഡിറ്റി, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. പ്രൈസ് ഒന്ന് ടാപ്പ് ചെയ്താൽ എന്താക്കാം? പ്രൈസ് എന്ത് ചെയ്തു? ബ്രേക്കിംഗ് സ്ട്രക്ചർ അല്ലേ?
യെസ്, ടാപ്ഡ്. നോക്കി ഇത് എവിടെ നിന്നാ വരുന്നത്? ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും ഇത് തന്നു, താഴോട്ട് പോവില്ലയോ നല്ലതല്ല, അതിന്റെ പ്രൈസിന്റെ റിയാക്ഷൻ നോക്കുക. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് 50%, നമുക്ക് 40 പിപ്സ് ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ്, ബ്രേക്ക് ഈവൻ ആയി. ഇനി പ്രൈസ് മേലെ ഒന്ന് ടാപ്പ് ചെയ്താൽ നമുക്ക് ലോസ് ഇല്ല. നോക്കിയേ പ്രൈസ് എങ്ങനെ റിയാക്ഷൻ തരുന്നത്? ആർക്കെങ്കിലും മനസ്സിലായോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? 1 അവർ 2 അവർ 3 അവർ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അത് എവിടെ നിന്നാ പോന്നേ മനസ്സിലാവുന്നുണ്ടോ? അല്ല, പ്രൈസ് പോകുന്നത് എവിടെ നിന്ന്? വീക്ക്ലി ഇംബാലൻസ്. അത് വീക്ക്ലിയിൽ മാത്രമേ കാണാൻ പറ്റൂ, വേറെ ടൈം ഫ്രെയിമിൽ കാണാൻ പറ്റില്ല. ക്ലിയർ? അപ്പം എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് നിങ്ങൾ തന്നെ നോക്കുക. മാർക്കറ്റിൽ ഇങ്ങനെ പല കണ്ടന്റുകളും നടക്കുന്നുണ്ട്. ഓക്കെ, ബ്രേക്ക് ഈവൻ ആണെങ്കിൽ ബ്രേക്ക് ചെയ്യും, പക്ഷെ എത്ര പിപ്സ് നമുക്ക് വന്നു നോക്കിയേ? 1:2. സ്റ്റോപ്പ് ലോസ്, ബ്രേക്ക് ഈവൻ ഇല്ല, ടാപ്ഡ് അല്ല. സ്പ്രെഡ് കുറച്ചാണെങ്കിൽ നമുക്ക് ടാപ്പ് ചെയ്യും, അല്ലെങ്കിൽ ടാപ്ഡ് അല്ല അല്ലേ? നോക്കിയേ, ടാപ്ഡ് ആണോ? അല്ല, ഒരിക്കലും അല്ല. സ്പ്രെഡ് അല്ലേ? നോക്കുക. യെസ്, യാ, നോക്ക്, നിങ്ങൾ തന്നെ നോക്ക്, എന്ത് കിടിലനായിട്ടാണ് മാർക്കറ്റ് അത് റെസ്പെക്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? എന്ത് അടിപൊളിയായിട്ടാണ് മാർക്കറ്റ് അതൊക്കെ എടുത്തിട്ട് പോകുന്നത്. അപ്പം എല്ലാ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും എല്ലാ ഇൻബാലൻസും വർക്ക് ആവുമെന്ന് വെച്ചാൽ ഇല്ല. മാർക്കറ്റിന്റെ സ്ട്രക്ചറിന് പ്രയോറിറ്റി കൊടുക്കുക. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു. എന്താണ് സ്ട്രക്ചർ? മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് റേഞ്ചും കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കി മാർക്കറ്റ് റൺ ചെയ്തു. നമുക്ക് റീസെന്റ് നോക്കാം. യെസ്, ബ്രേക്കിംഗ് സ്ട്രക്ചേഴ്സ്. നോക്കിയേ, ഇത് എവിടെ നിന്നാ പോയ? ക്ലീൻ. നോക്കിയേ, ഇറ്റ്സ് ഫ്രം ഇൻബാലൻസ്. നമ്മൾ ഒറ്റയടിക്ക് ഡെയിലി ആരും യൂസ് ചെയ്യാറില്ല, പക്ഷേ നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ആണ്. നോക്കി, ഇവിടെ ഇതില്ല, ഞാൻ ഡിലീറ്റ് ആയി കാണിച്ചു തരാം കേട്ടോ. നോക്കി, പഠിച്ച കൺസെപ്റ്റ് വെച്ച് 50% ലോ, ഹൈ, 50 താഴെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഡെയിലി എടുത്തൂടെ? എടുക്കാം. നോക്കിയേ, 20. എന്തുകൊണ്ടാണ് ഞാൻ 20 കവർ ചെയ്യുന്നത്? ഹയർ ടൈം ഫ്രെയിം പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതുകൊണ്ട് മാത്രം. നോക്കിയേ, കവർ, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ്, നോട്ട് അറ്റ്. യെസ്, ടാപ്ഡ് അല്ലേ? ടാപ്പ് ചെയ്തു. റിയാക്ഷൻ, റീസെന്റ് എൻട്രി ആണ് ഇത്. മാർക്കറ്റിൽ ഇപ്പൊ കറന്റ് കുറച്ച് നടന്ന എൻട്രീസ് ആണ് റീസെന്റ്. ക്ലിയർ? അപ്പം ഇതാണ് നമ്മുടെ മാർക്കറ്റില് ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊക്കെ പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഒറ്റയടിക്ക് ഇതൊക്കെ റെഡി ആയി കിട്ടണം എന്ന് വെച്ചാൽ നടക്കില്ല, ടൈം എടുക്കും. സമയം കൊടുക്കുക, സമയം കൊടുത്ത് മാത്രം റിസൾട്ടിന് പോവുക. വേറൊരാളുടെ പോർട്ട്ഫോളിയോ, വേറൊരാളുടെ സക്സസോ കണ്ടിട്ട് അയ്യോ എനിക്ക് മാത്രം ആവുന്നില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ടൈം വരും. അപ്പോൾ എന്ത് ചെയ്യാം? ബാക്ക് ടെസ്റ്റ് നല്ലോണം ചെയ്യുക, നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറയുന്ന പോലെ 24 മണിക്കൂറും ചാർട്ടിന് മുമ്പിൽ ഇരുന്നിട്ട് കാര്യമില്ല. പഠിക്കേണ്ട സമയം കുറച്ച് മാർക്കറ്റിന് കൊടുക്കുക. പിന്നെ ട്രേഡിങ്ങിന് വരുവാണെങ്കിൽ 24 മണിക്കൂർ ഇരിക്കരുത്. പഠിക്കുമ്പോൾ മാത്രം വേറെ സമയം കൊടുക്കുക, ട്രേഡിങ്ങിന് വേറെ സമയം കൊടുക്കുക. ട്രേഡിങ്ങിന് ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമേ മാർക്കറ്റിൽ ഇരിക്കാവുള്ളൂ. ഓക്കെ, അതേപോലെ നിങ്ങളിത് ഇതിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമന്റ്സ് ആണ്. അത് കണ്ടാലേ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ, അല്ല ഞാൻ വെറുതെ ബബ്ബ പറയുന്നതാണോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ, പുതിയ SMC പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഇത് അയച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ ഈ കണ്ടന്റ് പൈസ കൊടുത്ത് പഠിക്കുന്ന കണ്ടന്റ്സ് ആയിരിക്കാം. ഇതിനെക്കാട് നല്ല പഠിപ്പിക്കുന്ന ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവാം, എനിക്കറിയില്ല. പക്ഷേ ആദ്യം ഇതൊന്ന് പഠിക്കാൻ പറയാം, എന്നിട്ട് പൈസ കൊടുത്ത് പോയി പഠിക്കാൻ പറയാം കേട്ടോ, പഠിക്കുവാണെങ്കിൽ. അഥവാ അവർക്ക് ഇത് പഠിച്ച് യൂസ്ഫുൾ ആണെങ്കിൽ അവർക്ക് പൈസ കൊടുക്കാണ്ട് ഇത് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാവുന്നുണ്ട്, യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് കമന്റ് ഇടുക. നിങ്ങളുടെ കമന്റ് കണ്ടിട്ടാണ് എനിക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ത്വര വരുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ, വെൽ പ്രാക്ടീസ്. ഓക്കെ, ബൈ.